എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീതാസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വാക്കുകളെ കുറിച്ചും നല്ലൊരു സംസാര രീതി എങ്ങനെ സ്വന്തമാക്കാം എന്നതിനെ കുറിച്ചും സംസാരിക്കാം. ഹൃദയം തകർക്കാനുള്ള ശക്തി നാക്കുകൾക്കുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചുപയോഗിക്കുക. മറ്റുള്ളവരെ തളർത്തുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. ഒരാളെ തളർത്താനും വളർത്താനും വാക്കുകൾക്ക് സാധ്യമാകുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സംസാരിക്കുമ്പോൾ നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. വാക്കുകൾക്ക് ഒരാളെ സന്തോഷിപ്പിക്കാനും വേദനിപ്പിക്കാനും കഴിവുണ്ടെന്ന് നമുക്കറിയാം. എന്താണ് നല്ലൊരു സംസാര രീതി എന്ന് വെച്ചാൽ, സംസാരിക്കുമ്പോൾ ഒരാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കുക. സംസാരിക്കുമ്പോൾ ആകർഷകമായ രീതിയിൽ സംസാരിക്കണം എന്നുള്ളത് എന്തെന്ന് വെച്ചാൽ, മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാക്കുന്ന തരത്തിൽ വ്യക്തമായ രീതിയിൽ നർമ്മം ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കുക. മിക്കവരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, അയാൾ സംസാരിക്കുന്നത് കേൾക്കാൻ ഒരു രസവുമില്ല, വെറുതെ വാരി വലിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ ഉറക്കെ സംസാരിക്കും, മോശം വാക്കുകൾ പറയും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഓരോരുത്തരും സംസാരിക്കുന്നത്. അത്തരം വാക്കുകൾ അങ്ങനെ വാക്കുകൾ പറയാതെ നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. സംസാരത്തെ നല്ല മൃദുവാക്കാനായിട്ട് നമുക്ക് നർമ്മം ഉപയോഗിക്കാം. നമ്മളൊരു വാതില് അല്ലെങ്കിൽ ജനൽ തുറക്കാതെ ഇരുന്നാൽ, വർഷങ്ങളോളം അടച്ചു പൂട്ടി തുറക്കാതെ ഇരുന്നാൽ നമ്മൾ അതിൽ ഓയിൽ ചേർക്കും. അത് എളുപ്പത്തിൽ തുറക്കാൻ വേണ്ടി അതിന്റെ വിജാഗിരിയിൽ നമ്മൾ ഓയിൽ ഒഴിക്കും. അപ്പൊ അത് എളുപ്പത്തിൽ തുറക്കാൻ പറ്റും. അതുപോലെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കേൾക്കുന്ന ആൾക്ക് നല്ലതാവാൻ, നല്ല മൃദുവാകാനായിട്ട് നമുക്ക് നർമ്മം കലർത്തി സംസാരിക്കാം. ആയുധം കൊണ്ടുള്ള മുറിവുകൾ വളരെ സാവധാനത്തിലേ ഉണങ്ങുകയുള്ളൂ. പക്ഷേ വാക്കുകൾ കൊണ്ടുള്ള മുറിവുകൾ ഏറെ കാലം ഉണങ്ങാതെ അങ്ങനെ തന്നെ മനസ്സിൽ അവശേഷിക്കും. പല ആളുകളുടെയും ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും കാരണം അവർക്ക് കുട്ടിക്കാലത്ത് ലഭിച്ചിരുന്ന പ്രോത്സാഹനം നിറഞ്ഞ വാക്കുകളാണ്. ചെറുപ്പത്തിൽ കുട്ടികൾ കേൾക്കേണ്ടി വരുന്ന മോശമായ വാക്കുകളും രൂക്ഷമായ വാക്കുകളൊക്കെ അവരുടെ മനസ്സിൽ അങ്ങനെ മായാതെ കിടക്കും. അത് അവരുടെ വലുതാകുമ്പോഴുള്ള ഉയർച്ചയ്ക്ക് തടസ്സമാകും. ചെറുപ്പത്തിൽ കുട്ടികൾക്ക് കിട്ടുന്ന അധിക്ഷേപങ്ങളും കളിയാക്കലുകളും അവരുടെ ഭാവിയെ തകർക്കും. അതുകൊണ്ട് ചെറുപ്പകാലം മുതൽ, വളരെ ചെറുപ്പത്തിൽ മുതൽ തന്നെ കുട്ടികളോട് ദയയോടെ, സ്നേഹത്തോടെ, നല്ല രീതിയിൽ പെരുമാറാൻ മാതാപിതാക്കളും മുതിർന്നവരും ശ്രമിക്കുക. അപ്പോൾ കുട്ടികളുടെ നല്ല ഭാവിക്ക് വേണ്ടിയും അവരുടെ ജീവിതത്തിൽ നല്ല ഉയർച്ച ഉണ്ടാകാനുമായി കുട്ടികളോട് നന്നായി പെരുമാറാനും സംസാരിക്കാനും ശ്രമിക്കുക. നല്ല വാക്കുകൾ കുട്ടികളോട് പറയുക. മനസ്സിനെ മുറിവേക്കുന്ന തരത്തിലുള്ള വാക്കുകൾ പരസ്പരം കുടുംബത്തിലും ബന്ധങ്ങളിലൊന്നും പറയാതിരിക്കുക. അതുകൊണ്ട് എക്കാലത്തും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന നന്മ നിറഞ്ഞ വാക്കുകളാകട്ടെ നമ്മുടേത്.